കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും തൊഴണ്ടേ. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഉച്ചപൂജ അലങ്കാരം ഇടാൻ പറ്റിയിട്ടില്ല, കാരണം ആറാട്ട് കഴിഞ്ഞ സമയത്തല്ലേ. അപ്പോൾ പിന്നെ രാത്രി ഇട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിന് തയ്യാറായില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉച്ചപൂജ നമ്മൾ തൊഴുക. ഇന്നലെ തൊഴുതു വെച്ചാലും അതൊന്നും പറയാൻ പറ്റില്ല, രാത്രിയായില്ലേ, ആ നേരത്ത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ തൊഴാൻ വേണ്ടി നമുക്ക് പോവാം. നല്ല തിരക്കാണ്. ആറാട്ട് കഴിഞ്ഞു, ഉത്സവം കഴിഞ്ഞു വെച്ചാലും നല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ ഇതുവരെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോഴാണ് അടയ്ക്കാമെന്നറിയില്ല, അത്രയ്ക്കും തിരക്കാണ്. അപ്പോൾ നല്ല എന്താ പറയുക, എല്ലാവരും ഉത്സവം കഴിഞ്ഞാലും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരെ ആ വരവ് നിൽക്കൊന്നുമില്ലയെന്ന്, അതാണ് അവസ്ഥ. എന്തായാലും നല്ല തിരക്ക് തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും സുഖമായിട്ട് തൊഴാൻ കഴിയട്ടെ, അത് ഗുരുവായൂരപ്പൻ തുണയ്ക്കട്ടെ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് സർവ്വവിഘ്നങ്ങളൊക്കെ ഹരിക്കാനായിട്ട് മുട്ടൊക്കെ അറുത്തിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ കിഴക്കേ ഗോപുര നടയിൽ കൂടെ നമ്മൾ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്ന് നേരെ ആ ഗോപുരവാതിൽ കടന്ന് ആ വാതിൽപ്പടി കയറുകയാണ്. അങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടത് ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് ആ പീഠം കാണാം. മേൽപ്പത്തൂരിരുന്ന് നാരായണീയൻ രചിച്ച ആ പീഠം കണ്ട് മേൽപ്പത്തൂരിനെ ഒന്ന് വന്ദിക്കാം. അതിനുശേഷം വലതേ സൈഡിൽ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് ഒന്ന് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് ഇങ്ങനെ നോക്കുക. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ എന്താ ഒരു രസം, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇന്നലെ ശീവേലി ഉണ്ടായേ ഉള്ളൂ, ഇന്നിപ്പോൾ ആ ശീവേലിയാണ് ഉള്ളിൽ കേട്ടോ. അതായത് വലിയൊരാന, ആനപ്പുറത്ത് തിടമ്പ് ഇട്ടിട്ട് അങ്ങനെ ആ തിടമ്പിൽ ഗുരുവായൂരപ്പൻ, അതുകൂടാതെ നല്ല എന്താ പറയുക ഓടക്കുഴലൊക്കെ പിടിച്ച് നിൽക്കണു. എല്ലാം കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ നിറ സാന്നിധ്യമായിട്ടാണ് ഇന്നത്തെ കളഭാലങ്കാരം. അതൊരു എങ്ങനെ വർണ്ണിച്ചാലും മതി വരില്ല എന്നാണ് തോന്നുന്നത്, അത്രയ്ക്ക് മനോഹരം, അതിമനോഹരം എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മനോഹരം, അത്രമേലിഷ്ടമാണ് കൃഷ്ണ എന്ന് പറഞ്ഞില്ലേ, അതേമാതിരിയാണ് ഇന്നത്തെ ആ അലങ്കാരം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല ആന, നല്ല ശരിക്കും നന്ദൻ തന്നെ തോന്നുന്നു. നല്ല കടുപ്പത്തിലുള്ള ആനയാണ്, നല്ല തടിയൊക്കെ ആയിട്ടിങ്ങനെ ഉള്ള ആ ആനപ്പുറത്ത് ഇങ്ങനെ തിടമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണു ഭഗവാൻ. അങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഓരോ അണുവിട ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ആ തിടമ്പിലുള്ള കുത്തും പുള്ളിയൊക്കെ ഉണ്ട്, അതായത് സ്വർണത്തിൻ്റെ അതൊക്കെ അതേമാതിരി ഇങ്ങനെ കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല മനോഹരം, അങ്ങനെ പറയാൻ പറ്റൂ. ആ ഓടക്കുഴലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എന്താ ഒരു രസം. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ തിടമ്പൊക്കെ എഴുന്നള്ളിക്കുന്ന ആനയും ഭഗവാനെയും ഒക്കെ പാടുള്ള ഗുരുവായൂരപ്പനെയും ഒക്കെ പാടുള്ള ആ വിഗ്രഹമാണ്. ചതുർബാഹുവായ വിഗ്രഹത്തിൽ മറ്റൊരു ചതുർബാഹുവായ വിഗ്രഹങ്ങൾ വന്ന മാതിരിയാണ്. നിറഞ്ഞ് നിൽക്കുകയാണ്. എങ്ങനെ വർണ്ണിച്ചാലാണ് അത് മനോഹരമായി തീരാന്നറിയില്ല, അത്രയ്ക്കും മനോഹരം. മുൻപ് ഇതേപോലെ 5 ഗുരുവായൂരപ്പൻ കണ്ണൻ വന്നതൊക്കെ ആയിരുന്നു ഏറ്റവും ഇത്. ഇപ്പോൾ അതേപോലെ ഏറ്റവും മനോഹരമാണ്. എന്തായാലും നന്നായിട്ടുണ്ട്. അതേപോലെ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. 2 ഉണ്ടമാലകളാണ്. വെളുത്ത പൂവിന് പ്രാധാന്യമുണ്ട്, പിന്നെ തെച്ചിയും തുളസിയായിട്ടുള്ള പൂവും, അങ്ങനെ ഉണ്ടമാലകൾ, പിന്നെ തിരുമുടിമാലകൾ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഇപ്പോൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് നമ്മൾ അകത്തേക്ക് നോക്കി, ശ്രീലകത്തേക്ക് നോക്കി തൊഴുകട്ടോ. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണെന്ന് അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുതോളൂ. അങ്ങനെ തൊഴുതിട്ട് നമ്മൾ ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പൊട്ടക്കുഴി ഭവദാസ്വദിക്കനാണ്. അദ്ദേഹം വളരെ കേമായിട്ട് അത് ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുകയാണ്. അതേപോലെ ആ ഒരു അഗ്നികോണിലേക്ക്, ബലിതർപ്പണം ചെയ്യുന്ന അഗ്നികോണിലേക്ക് നോക്കി തൊഴുതു. അതിനും അപ്പുറം സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ടു തൊഴുകയാണ്. വിഘ്നേശ്വരനെ കണ്ട് തൊഴുക.
ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ ആ സൈഡിലുള്ള ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് വരാം. അത് കഴിഞ്ഞാൽ ആ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ അവിടെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് ആ മേൽശാന്തിര അവിടെ ബൗദ്ധാസ്വദിക്കാൻ ഇരിക്കുന്നു. അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങി തൊഴുത് ബാക്കിയുള്ള വാമന രൂപമൊക്കെ കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷം കാണാം. അങ്ങനെ ബാക്കി ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. നിറയെ അലങ്കാരത്തോട് കൂടിയിട്ടാണെന്ന് അവിടെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതും കഴിഞ്ഞ് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ നേരെ തുളസിമാലകൾ ധാരാളം ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകനെ കണ്ട് തൊഴുതു. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ഒരു വെറ്റിലമാലയുണ്ട്, കുങ്കുമമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യവാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുതു. നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒന്നിങ്ങനെ വന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ തിരക്ക് കൂട്ടണ്ട. ശരിക്കും വടക്കേ നടയിൽ ഇറങ്ങിയിട്ട് ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ കാണുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ അവിടെ വടക്കേ നടയിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കുകയൊന്നും വേണ്ട. അവിടെ നിന്നാലും കാണുമെന്നർത്ഥം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ടു തൊഴുതു. പിന്നെ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കടന്ന നേരെ മണിക്കിണർ കാണാം. അവിടെ നിന്ന് കണ്ടു തൊഴുക. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് പൊന്നുണ്ണിക്കണ്ണനെ നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണിക്കണ്ണനെ മനസ്സിൽ സ്മരിച്ച് കണ്ടു തൊഴുക. അതിന് ശേഷം തിരിച്ചിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ടു തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. അങ്ങനെ വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനോ തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. അവിടെ ഇപ്പോൾ ഒന്ന് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടില്ലേ, അവിടെ വെച്ച് ആ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു ആലസ്യം അവിടെയൊക്കെ ഉണ്ട്. എന്തായാലും അമ്മേനെ കണ്ടു തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയിട്ടൊന്ന് തിരിഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് പടിഞ്ഞാറ് തെക്ക് വടക്ക് മൂലയിലേക്ക് വടക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് നോക്കിയാൽ മമ്മിയൂരപ്പനെ നോക്കി കാണാം. അങ്ങനെ മമ്മിയൂരപ്പനെ നോക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ ആ ഒരു പ്രതീതി വരും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരികയാണ്. തുലാഭാരത് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതേപോലെ ആൾ രൂപത്തിൻ്റെ അവിടെയും മഞ്ചാടി വാരുന്നിടത്തൊക്കെ ധാരാളം ആളുകളുണ്ട്. ഭണ്ഡാരം മാറ്റിയ കാരണം അവിടെയും ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റേത് ഭണ്ഡാരം ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു. ഇപ്പം ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഭണ്ഡാരം മാറ്റിയതാണ്. പഴുക്കാമണ്ഡപം മുന്നിൽ വെച്ച ദീപാരാധനയൊക്കെ മുന്നിലായിരുന്നു ഇന്നലെയും മിഞ്ഞാന്ന്. കൊടിമരത്ത് ചുവട്ടിലായിരുന്നു ദീപാരാധനയൊക്കെ. അത് കാരണം അവിടുത്തെ ഭണ്ഡാരം നേരെ തുലാഭാരത്തിൻ്റെ മുന്നിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ അവിടെ ആ ഗ്രില്ലിൻ്റെ മുകളിൽ ആൾക്കാർക്ക് പിടിച്ച് നിൽക്കാനുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുക കൊടിമരത്തിൻ്റെ അവിടെ. അപ്പോൾ എന്തായാലും നമുക്കവിടെ ശല്യമൊന്നുമില്ല, നമുക്ക് തൊഴുത് പോരാം. അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ എത്തി. കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുതു. ഇപ്പോൾ കൂത്തൊന്നുമില്ല, ഇപ്പോൾ വേദപാഠനം മാത്രമേ ഉള്ളൂ. വേദപാഠം രാവിലെ വേദം ചൊല്ലാറുണ്ട്. അത് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ അടുത്ത് വരിക, അയ്യപ്പനെ കാണുക, തൊഴുക.
ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തൈസ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനായ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴുതു. ഒന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കണ്ടു. അതിനുശേഷം ഒന്ന് പുറകിലോട്ട് ഇറങ്ങി നിന്ന ആ കൊടിമരത്തിൻ്റെ മുകളിൽ വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ കണ്ടു തൊഴുക. അപ്പോൾ നമ്മളിന്നും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അപ്പുറത്തുനിന്ന് ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ലേല. അതായത് വന്ന ഭക്തർ സമർപ്പിച്ച സാധനങ്ങളൊക്കെ ലേലം ചെയ്യുകയാണ് കിഴക്ക് ദീപസ്തംഭത്തിൻ്റെ അവിടെ. രാവിലെ 9 മണിക്ക് തുടങ്ങിയ ലേലം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അത്രയും തിരക്ക്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് എത്താൻ കഴിയട്ടെ. അതിന് ഗുരുവായൂരപ്പൻ തുണയേകട്ടെ. ഹരേ കൃഷ്ണ.